ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കയ്യിലുള്ളപ്പോൾ പലതും നിസ്സാരമായി തോന്നാം. നഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ഒരു മൂല്യം നമ്മൾ തിരിച്ചറിയൂ. സത്യമാണല്ലേ ഈ ടോക്ക്? നിങ്ങൾ പലരും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ കാര്യങ്ങൾ? നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഒന്നിൻ്റെയും വില നമുക്കറിയില്ല. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ തന്നെയാണ് അതിൻ്റെ മൂല്യം എത്ര ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാവുക. നമ്മളിപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ, അവർ തമ്മിൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല, ഭർത്താവിന് ഭാര്യനോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. എന്ത് ചെയ്താലും നമ്മുടെ എന്ത് തന്നെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് കുറ്റങ്ങൾ മാത്രം ബാക്കി ഉണ്ടാവുക, അല്ലെങ്കിൽ എപ്പോഴും ഒരു പരിഹാസം. ഇതൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് അവരങ്ങോട്ട് നീങ്ങിപ്പോകുമ്പോൾ മാത്രമാണ് അതെന്ത് ചെയ്യുക, അതൊക്കെ ചെയ്തിരുന്നത് നന്നായിരുന്നുള്ളൂ, കുറ്റങ്ങളല്ല അത് നല്ല കാര്യങ്ങളായിരുന്നു എന്ന് നമ്മളിൽ നിന്ന് അവർ മറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകന്നു പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. കൂടുതലും ഭർത്താക്കന്മാരായിരിക്കും ഭാര്യമാരെ പറയുക, അതും തിരിച്ചും ഉണ്ടാവും. നമ്മളെന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ തെറ്റുകൾ കണ്ടുപിടിക്കും, അതിൻ്റെ നല്ല വശങ്ങളൊന്നും അവർ തിരിച്ചറിയില്ല. അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ വില അറിയുകയുള്ളൂ, തിരിച്ചറിയുകയുള്ളൂ. അത് എന്ത് കാര്യമായിക്കോട്ടെ, ഇതെന്നല്ല ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും തിരികെ കിട്ടാത്തവയാണ് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത്. അത് ശരിയാണല്ലേ? നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒന്നാണ് എന്ത് ഏറ്റവും വലിയ വിലപ്പെട്ടത്. മരണം തന്നെ ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, അയൽവാസികൾ, അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ്. മരിച്ചവർ ആരെങ്കിലും പോയി തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഏറ്റവും വലുതാണ്. അതുപോലെ ഒരുപാട് അതിനോട് സമമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതും ഉണ്ടാവും. പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ, മരണം ഒരു എല്ലാവർക്കും വന്നെത്തുന്ന ഒരു സത്യമാണല്ലേ, നഗ്നമായ സത്യമാണ് ഒരു മരണം എന്നുള്ളത്. ജനിച്ചാലൊരിക്കൽ മരിക്കുക തന്നെ വേണം. ആ മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ മരിച്ചവരെ കുറിച്ച് അവരെ തിരിച്ചു വരില്ല. നമുക്ക് സ്നേഹം ഉണ്ടെങ്കിലും നമുക്ക് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സ്നേഹം കൊടുക്കാൻ നോക്കുക. ജീവിതമാണ് ഏറ്റവും. ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞ് കുറേ അതും ഇതും പറയുന്നതിനേക്കാളും നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് ആ മരണപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് ഞങ്ങൾ സ്നേഹം കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. നമ്മൾ അലട്ടില്ല. പിന്നെ മറ്റുള്ളവരെ വിലമതിക്കുക ഇതുകൊണ്ട്. അത് മനുഷ്യരായാലും സമയമായാലും ആരോഗ്യമായാലും. ആരോഗ്യം വലിയ കാര്യമാണ്. നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, നമുക്ക് രോഗാവസ്ഥയിൽ നമ്മൾ വന്ന് കിടക്കുന്നു, അല്ലേ വാർദ്ധക്യം വരുമെന്നോ ഒന്നും ആരും ചിന്തിക്കില്ല, അല്ലേ? ആരും ചിന്തിക്കില്ല. നമ്മളൊരു ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ രോഗം വരും, അല്ലെങ്കിൽ ഞങ്ങൾ കിടപ്പിലായി പോവും എന്നും ഇതേപോലെയാവുമെന്നൊന്നും ആരും ചിന്തിക്കേണ്ട. രോഗം എന്തായാലും വരും. ആരോഗ്യം ഇപ്പോൾ നമ്മൾ രോഗിയായി തീരുന്നതിന് മുന്നേ നമ്മളുടെ ആരോഗ്യത്തിനെ നമ്മൾ വിലമതിക്കണം. അതേപോലെ നമുക്ക് സമയം നമ്മൾ വെറുതെ വേസ്റ്റാക്കുകയാണ്. ആ സമയത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ഉപകാരത്തിലിടുക. നേരം വെളുത്ത് നമ്മൾ രാവിലെയായി വൈകുന്നേരം ആകുമ്പോഴേക്ക് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യും, ഇന്ന സമയത്ത് ഇന്നിടത്തേക്ക് പോകും, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ഓരോ സമയം നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഒരു സമയം വെറുതെ പാഴാക്കിയതിന് നമ്മൾ അതിൻ്റെയൊക്കെ വിലകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ ആരോഗ്യം വെറുതെ കളഞ്ഞ് ആ സമയത്ത് ഒന്നും തന്നെ സമ്പാദിക്കാതെ, അല്ലെങ്കിൽ ഒന്നും തന്നെ ഉപകാരപ്പെടുന്നത് ചെയ്യാതെ നമ്മുടെ ആരോഗ്യം വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല. ഈ ആരോഗ്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആരോഗ്യമില്ലാത്തൊരവസ്ഥ വരും, രോഗമായിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും.